ഹലോ മക്കളെ, നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക്സിന്റെ ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, മാക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 2 ആണ്. വലിയൊരു ചാപ്റ്റർ ആണ്. ഏതാണ്? നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. കുറേ കോൺസെപ്റ്റുകൾ, കുറേ എക്കണോമിക്സ് ടേംസ് നിങ്ങൾ അക്കൗണ്ടൻസിയിലോ ബിസിനസ് സ്റ്റഡീസിലോ മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിച്ച അതേ വേർഡ്സ് തന്നെ അല്ലെ, അതേ ടേംസ് തന്നെ കേൾക്കും. പക്ഷേ ഒരു എക്കണോമിക്സിന്റെ ടേമിൽ ഒരു ബ്രോഡർ സെൻസിൽ ഓരോ ടേംസിനെയും പഠിക്കുന്ന, ഓരോ എക്കണോമിക്സിൽ എന്താണെന്ന് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ഈ ചാപ്റ്ററിൽ നിന്ന് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മിനിമം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനൽ എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, ഒന്നും വേണ്ട. ഈ വരുന്ന സെക്കൻഡ് ടൈം എക്സാം, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. എസ്എ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ എല്ലാവർക്കും ഇച്ചിരി പ്രശ്നമായിട്ടുള്ള പോർഷൻ ആണ് ഇക്വേഷൻസ്. നമുക്ക് ഏറ്റവും മടിയാണ് ഇക്വേഷൻസ് പഠിക്കാനായിട്ട് അല്ലെ. ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. GDP, NTP, NNP, GNP, ഇങ്ങനെ, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ്, ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ കേൾക്കും. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ, ഒരു GDP തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ബാക്കിയുള്ള ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യാതെ എങ്ങനെ പെട്ടെന്ന് എക്സാമിന് പഠിക്കാം എന്നൊരു കാര്യം പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയുന്ന കോൺസെപ്റ്റ് ആണ് GDP അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് അറിയത്തില്ലേ? GDP. ഇതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് NDP അല്ലെ, NNP, GNP. പിന്നെ ഈ ഐറ്റംസ് ഒക്കെ മാർക്കറ്റ് പ്രൈസിലുണ്ടെന്ന് പറയുന്നു, ഇതൊക്കെ ഫാക്ടർ കോസ്റ്റിലുണ്ടെന്ന് പറയുന്നു. എന്താണ് മാർക്കറ്റ് പ്രൈസ്, എന്താണ് ഫാക്ടർ കോസ്റ്റ്, ഒക്കെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോവുക. ശ്രദ്ധിച്ച് കാണുക. GDP നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്ത് ഒരു എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു ഇയർ, ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. വാല്യൂ ആണ് എന്ത്? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, GDP എന്താണെന്ന് അറിയാമല്ലോ. GDP എന്ന നമുക്ക് കോൺസെപ്റ്റ്. GDP കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഈ 3 മെത്തേഡ് അനുസരിച്ച് GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ആ GDPയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതോ, ആ മെത്തേഡ് വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തരും, GDP തരുന്നു. ഓക്കെ, എങ്ങനെ NDP കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ NNP കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ GNP കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ GDPയുടെ ഫുൾ ഫോം? GDPയുടെ ഫുൾ ഫോം എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ. അപ്പം ഈ GDP നോക്കിക്കേ, GNP ഒരു N അല്ലെ, D മാറി, GDPയുടെ D മാറി അവിടെ N ആയി. അപ്പൊ അതിന്റെ പേരെന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നു അല്ലെ. GDP, NDP ഒരു ജിയും എന്നിന്റെയും വ്യത്യാസമേ ഉള്ളൂ. അതിന്റെ പേരെന്താ? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. അതുപോലെയുള്ളതാണ് NNP. എന്താണ് NNP എന്ന് പറഞ്ഞാല്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GDP തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ NDPയും NNPയും GNPയും കണ്ടുപിടിക്കാം? അതല്ലെങ്കിൽ ഇവർ 3 പേരിൽ ആരെങ്കിലും ആണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെ നമുക്ക് ഗ്രോസ് വാല്യൂവിനെയും നെറ്റ് വാല്യൂ ആക്കാം, ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കി മാറ്റാം. ഇവിടെ വ്യത്യാസം എന്താ? ഈ ഗ്രോസ് നെറ്റ് ആകുന്നു അല്ലെ. GDP NDP ആകുമ്പോ എന്താ? ഗ്രോസ് നെറ്റ്. പേരിന്റെ വ്യത്യാസം എന്താ? ഗ്രോസ് നെറ്റ് ആകുന്നു, ഗ്രോസ് നെറ്റ് ആകുന്നു. ഡൊമസ്റ്റിക് നാഷണൽ ആകുന്നു അല്ലേ. ഗ്രോസ് നെറ്റ് ആകുന്നു, ഡൊമസ്റ്റിക് നാഷണൽ ആകുന്നു. ഇത് മാത്രമേ അവിടെ ആ ഒരു പേരിൽ വ്യത്യാസം വരുന്നത്. അതിന് കോൺസെപ്റ്റ് അതിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ അതിന്റെ മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ഇക്വേഷൻ എളുപ്പത്തിന് പഠിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആക്കാം, അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രോസ് ഐറ്റത്തിനെ
എങ്ങനെ നെറ്റ് വാല്യൂവിലേക്ക് മാറ്റാം, ഒരു ഗ്രോസ് ഉള്ള വാല്യൂവിനെ എങ്ങനെ നെറ്റ് വാല്യൂവിലേക്ക് ആക്കാം. ഗ്രോസ് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. ഗ്രോസ് വാല്യൂവിനകത്ത് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഉൾപ്പെടെ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാല്യൂ ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയാണ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഉൾപ്പെടെ. അപ്പൊ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ അവിടെ ഇല്ല. നെറ്റില് ഡിപ്രീസിയേഷൻ ഇല്ല. ഗ്രോസ് വാല്യൂല് ഡിപ്രീസിയേഷൻ അവിടെ ഉണ്ട്, പക്ഷേ നെറ്റ് വാല്യൂവിൽ ഡിപ്രീസിയേഷൻ ഇല്ല. അപ്പം ഗ്രോസ് വാല്യൂവിനെ എങ്ങനെ നെറ്റ് വാല്യൂ ആക്കി മാറ്റാം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, ഗ്രോസ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ അത് നെറ്റ് വാല്യൂ ആകുന്നു. ഗ്രോസ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ അത് നെറ്റ് വാല്യൂ ആയി മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ മാറ്റം ഉള്ളത്, നാഷണൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളാണ്. നാഷണൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളാണ്. എന്താണ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വരുമാനം, ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ മാപ്പ് ഒന്നും വരയ്ക്കാൻ എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ഈ ഇന്ത്യക്കകത്ത് ആരുണ്ട്, റെസിഡൻസും ഉണ്ട്, നോൺ റെസിഡൻസും ഉണ്ട്. ഇന്ത്യക്കകത്ത് റെസിഡൻസും ഉണ്ട്, നോൺ റെസിഡൻസും ഉണ്ട്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത്, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ അല്ലെങ്കിൽ എക്കണോമിക് ടെറിട്ടറിക്കുള്ളിൽ, ഇന്ത്യയുടെ എക്കണോമിക് ടെറിട്ടറിക്കുള്ളിൽ റെസിഡൻസിന് കിട്ടുന്ന വരുമാനമാണ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞാൽ. ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യക്കുള്ളിൽ, ഇന്ത്യയുടെ എക്കണോമിക് ടെറിട്ടറിക്കുള്ളിൽ ഇന്ത്യയിലെ റെസിഡൻസിന്, ഇന്ത്യൻ റെസിഡൻസിന്, ഇന്ത്യയിലെ നോർമൽ റെസിഡൻസ് അല്ലെങ്കിൽ റെസിഡൻസിന് കിട്ടുന്ന ഇൻകമാണ് എന്ത്, ഡൊമസ്റ്റിക് ഇൻകം. നാഷണൽ എന്ന് ഉദ്ദേശിച്ചതാ, ഈ റെസിഡൻസിന് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുമാനം. ഇപ്പൊ ഞാൻ ഇന്ത്യയിലെ ഒരു റെസിഡന്റ് ആണ്, എനിക്ക് ഇന്ത്യക്ക് വെളിയിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ പുറത്തു നിന്ന് എനിക്ക് വരുമാനം ഇല്ലേ? അപ്പം ഔട്ട്സൈഡ് ഇന്ത്യ ആർക്ക് വരുമാനം കിട്ടുന്നു? റെസിഡൻസിന് ഔട്ട്സൈഡ് ഇന്ത്യ കിട്ടുന്ന വരുമാനമുണ്ട്. അത് ആഡ് ചെയ്യണ്ടേ? അത് ഇന്ത്യയുടെ ഇൻകം അല്ലേ, ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിൽ വരുന്നതല്ലേ. നമ്മുടെ രാജ്യത്തിനകത്ത് നോർമൽ റെസിഡൻസ് ഉണ്ട്, ഇന്ത്യക്കുള്ളിൽ നോർമൽ റെസിഡൻസ് ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം റെസിഡൻസിന് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡൊമസ്റ്റിക് ഇൻകത്തിലുണ്ട്. ഇനി എന്താ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം? ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റെസിഡൻസിന് കിട്ടുന്ന വരുമാനം ആഡ് ചെയ്യണം. നോർമൽ റെസിഡൻസിന് ഇന്ത്യക്കകത്തുനിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, അത് വേണ്ട, അത് നമ്മുടെ ഇൻകം അല്ല, അത് അവരുടെ രാജ്യത്തെ ഇൻകമായി. അവർ ഏത് രാജ്യത്താണോ റെസിഡന്റ് ആ രാജ്യത്തെ ഇൻകത്തിന്റെ കൂടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യണം. ഔട്ട്സൈഡ് ഇന്ത്യ റെസിഡൻസിന് കിട്ടുന്ന വരുമാനം ആഡ് ചെയ്യണം. അപ്പം ഡൊമസ്റ്റിക് ഇൻകത്തിന്റെ കൂടെ റെസിഡൻസിന് ഔട്ട്സൈഡ് ഇന്ത്യ കിട്ടുന്ന വരുമാനം കൂട്ടണം, നോർമൽ റെസിഡൻസിന് ഇൻസൈഡ് ഇന്ത്യ കിട്ടുന്ന വരുമാനം കുറയ്ക്കണം, ഇന്ത്യക്കുള്ളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയ്ക്കണം. ഇത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ്. അതായത് ഔട്ട്സൈഡ് ഇന്ത്യ നോർമൽ റെസിഡൻസിന്റെ വരുമാനവും അതുപോലെ തന്നെ നോർമൽ റെസിഡൻസിന് ഇന്ത്യക്കുള്ളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് നെറ്റ് ഫാക്ടർ ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയും. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്? NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഡൊമസ്റ്റിക് വാല്യൂവിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നാഷണൽ ഇൻകം കിട്ടി. ഡൊമസ്റ്റിക് ഇൻകത്തിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ നാഷണൽ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൊടുക്കണം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കണം. നമുക്ക് നാഷണൽ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ, നാഷണൽ വാല്യൂ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വാല്യൂവിന്റെ കൂടെ NFIA കൂട്ടണം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം. ഇനിയും നമുക്ക് ഡൊമസ്റ്റിക് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നാഷണൽ ഇൻകത്തിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കണം. അപ്പൊ എന്താ, ഗ്രോസ് വാല്യൂവിനെ നെറ്റ് ആക്കാനായിട്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, നെറ്റ് വാല്യൂവിനെ ഗ്രോസ് ആക്കാനോ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ഡൊമസ്റ്റിക് വാല്യൂവിനെ നാഷണൽ ആക്കി മാറ്റാൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. നാഷണൽ വാല്യൂവിനെ ഡൊമസ്റ്റിക് ആക്കാൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. GDP എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതിനെ NDP ആക്കാൻ ഒരു എക്സാമ്പിൾ ചെയ്യാം, ബാക്കിയെല്ലാം തിരിച്ച് ചെയ്താൽ മതി. GDPനെ NDP ആക്കാനോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ NDP ആക്കണം. ഗ്രോസിനെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആക്കണം. നമ്മൾ എന്താ പഠിച്ചേ? ഗ്രോസ് വാല്യൂവിനെ നെറ്റ് വാല്യൂ ആക്കി മാറ്റാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP നിന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP നിന്ന് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ NDP കിട്ടുന്നു. ഇനി നമുക്ക് എന്താ NNP ആക്കി മാറ്റണം. GDPനെ NNP ആക്കി മാറ്റണം എന്നുണ്ടെങ്കിലോ അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ കേട്ടോ. അറ്റ് എ ടൈം ഒരു വാല്യൂ ഒരു ലെറ്റർ മാത്രമേ മാറ്റാൻ പറ്റൂ. GDP എന്താക്കണം? NNP. ജിയും മാറി എന്നും മാറി. GDPനെ നമുക്ക് എന്താക്കി മാറ്റാം? ഫസ്റ്റ് NDP ആക്കി മാറ്റാം. അതിന് GDP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP ആയി. അപ്പൊ NDP ആയില്ലേ, ഒരു ലെറ്റർ മാറി. NNP-യിലെ N ആയി. ഇനി ഒരു N കൂടെ വന്നാൽ പോരെ, നാഷണൽ കൂടെ വന്നാൽ പോരെ. ഡൊമസ്റ്റിക് അല്ലേ, NDP എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. അപ്പൊ NDP-യുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NNP ആവും. എന്താകും? NNP ആവും. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NNP ആവും. അപ്പം ഗ്രോസ് വാല്യൂവിനെ നെറ്റ് ആക്കാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഡൊമസ്റ്റിക് വാല്യൂവിനെ, ഡൊമസ്റ്റിക് ഇൻകത്തിനെ നാഷണൽ ഇൻകം ആക്കി മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, GDP NDP ആക്കാം, NDP-നെ NNP ആക്കാം, NNP-നെ GDP ആക്കി മാറ്റാം. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഗ്രോസിനെ നെറ്റ് ആക്കാനും അതുപോലെ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കി മാറ്റാനും റിവേഴ്സ് ചെയ്യാനും മനസ്സിലാക്കിയാൽ മതി. കൂടാതെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ട്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ചിലപ്പോൾ തരുന്നത് എന്താണ്? GDP ഫാക്ടർ കോസ്റ്റ്. എന്താ GDP ഫാക്ടർ കോസ്റ്റ്? അതിന്റെ അടിയിൽ ഒരു FC കാണും. NDP MP എന്ന് കാണും. എന്താണ് FC? എന്താണ് MP? ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ഫാക്ടർ കോസ്റ്റ്. അതായത് ഒരു ഫേമിന് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന എക്സ്പെൻസ് ആണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഒരു 3 സെക്ടർ എക്കണോമി അല്ലെങ്കിൽ 4 സെക്ടർ എക്കണോമി ആണെങ്കിൽ അവിടെ ഗവൺമെന്റ് ഉണ്ട്, അവിടെ കൺട്രോൾ ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, അവിടെ ടാക്സ് വരുന്നു, സബ്സിഡീസ് വരുന്നു, ടാക്സും സബ്സിഡിയും വരുന്നു. അപ്പം ടാക്സും സബ്സിഡിയും വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസ്. അതിന്റെ കൂടെ എന്ത് വരുന്നു? ടാക്സ് വരുന്നു. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സബ്സിഡി കുറയ്ക്കണം. അപ്പം ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ്. അതിൻ്റെ കൂടെ ടാക്സ് കൂട്ടണം. എന്ത് ടാക്സാ? ഇൻഡയറക്റ്റ് ടാക്സ്. എന്ത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. സബ്സിഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്സിഡി കുറയ്ക്കണം. അപ്പം ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയിട്ട് സബ്സിഡി കുറച്ചാൽ മാത്രമേ മാർക്കറ്റ് പ്രൈസ് ആകത്തുള്ളൂ. ഇത്രയും വലിയൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ടാക്സ് സബ്സിഡിയോട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു. NIT. അപ്പം എന്താണ്? ഫാക്ടർ കോസ്റ്റിലുള്ള ഒരു ഐറ്റത്തിനെ, ഓക്കെ, ഫാക്ടർ കോസ്റ്റിലുള്ള ഒരു ഐറ്റത്തിനെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? മാർക്കറ്റ് പ്രൈസ് വാല്യൂ കിട്ടുന്നു. അപ്പൊ നമ്മൾ GDP NDP ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് ആയി. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചു കഴിഞ്ഞാൽ എന്തായി? ഫാക്ടർ കോസ്റ്റ് ആയി. ഇത് മനസ്സിലാക്കിയാൽ മതി. 3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഗ്രോസ് നെറ്റ് ആക്കാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, നെറ്റ് ഗ്രോസ് ആക്കാൻ ഡിപ്രീസിയേഷൻ കൂട്ടുക, ഡൊമസ്റ്റിക് ഇൻകത്തിനെ നാഷണൽ ഇൻകം ആക്കി മാറ്റാൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുക, നാഷണൽ ഇൻകത്തിനെ ഡൊമസ്റ്റിക് ഇൻകം ആക്കി മാറ്റാനായിട്ട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കുക. ഓക്കെ, ദെൻ ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കി മാറ്റാൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുക, മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കി മാറ്റാൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ഈ 3 കാര്യം അറിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻസ് സോൾവ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഫുൾ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കണക്ക് കൂട്ടുന്ന നമ്മുടെ കാൽക്കുലേറ്റർ ചെയ്യുന്നത് കൂടി കറക്റ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നിങ്ങൾക്ക് കോൺസെപ്റ്റ് വീഡിയോസും ട്രിക്കും അത് ഈസി വേസ് ഒക്കെ മനസ്സിലാക്കി തരാനും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനെ റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.